നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഫ്രാൻസിലെ പഠന അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഓർക്കുക, കഴിഞ്ഞ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ട് ഏതാണ്ട് 30,000-ഓളം സ്റ്റുഡൻറ്റ് വിസകൾ ലഭ്യമാക്കും എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അപ്പോൾ ഫ്രാൻസിൽ പഠിക്കുവാനുള്ള ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓർക്കുക, മിനിമം ഒരു 50% എങ്കിലും മാർക്കുള്ളവർക്ക് IELTS ഇല്ലാതെ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാതെ ഫ്രാൻസിലെ പഠന അവസരങ്ങളിലേക്ക് എത്താം. പഠനശേഷം 2 ഇയർ സ്റ്റേ ബാക്ക് ലഭ്യമാകും. അതുമാത്രവുമല്ല, അലൂമിനി വിസയിലൂടെ വീണ്ടും ഒരു 5 വർഷം ആ രാജ്യത്ത് തുടരുന്നതിനൊക്കെയുള്ള വലിയ അവസരങ്ങളുണ്ട്. അപ്പം മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന ഈ ഫ്രാൻസ് പഠന അവസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടുമായി സംസാരിച്ചുകൊണ്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ ഫ്രാൻസിൽ ലഭ്യമായിരിക്കുന്ന പഠന അവസരങ്ങൾ, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഒരു സ്റ്റഡി അബ്രോഡ് എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ജോസഫ് തരകൻ, JB എജുഫ്ലൈയുടെ ഡയറക്ടറാണ് അദ്ദേഹം. മുൻപും നമ്മുടെ വീഡിയോകളിലൊക്കെ പല അഡ്വൈസുകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സാർ, വെൽക്കം ടു കരിയർ പാത്ത്. താങ്ക് യു സാർ, എനിക്ക് ആദ്യം അറിയേണ്ടത്, ഈ 26th റിപ്പബ്ലിക് ഡേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു 30,000 സ്റ്റുഡൻറ്റ് വിസ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ഒന്ന് സൂചിപ്പിക്കാമോ? യെസ്, ഫ്രഞ്ച് ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും വളരെ കോർഡിയലായിട്ട് റിലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 30,000 ഇന്ത്യൻ സ്റ്റുഡൻസിനെ വിസ കൊടുക്കാമെന്ന് ഈ പറഞ്ഞ പോലെ ഇമ്മാനുവൽ മാക്രോൺ പറയുകയുണ്ടായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. ആൻഡ് ദേ നീഡ് സംബഡി ഹു കൻ ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണോ അതോ ടോട്ടൽ? അല്ല, അവർക്ക് കുറച്ചുകൂടി സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. ഇന്ത്യയിൽ നിന്ന് അവർക്ക് മിനിമം 30,000. അതെ. അപ്പം അത് ഈ വർഷവും അല്ലെങ്കിൽ അടുത്ത വർഷം എത്ര പെട്ടെന്ന് കിട്ടുന്നോ അത്രയും നല്ലത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. മാത്രമല്ല, ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രഞ്ച് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലെ പല കുട്ടികളും ചോദിച്ചു വരുന്നുണ്ട്. ഓബിയസ്ലി ഫ്രാൻസ് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്, എക്കണോമിക്കലി വളരെ സ്ട്രോങ്ങുമാണ്. അപ്പം അങ്ങനത്തെ ഒരു രാജ്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫർദർ എഡ്യൂക്കേഷനും അതിനോട് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനും വളരെ നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിലൊക്കെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഫ്രാൻസിലേക്ക് എത്താൻ പറ്റുമോ, എന്താണ് എൻ്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ശരി, അതെ. അപ്പം അപ്പോൾ ഈ ഫ്രാൻസിൽ എങ്ങനെയാണ്, അതൊരു എക്സ്പെൻസീവ് ഡെസ്റ്റിനേഷൻ ആണോ? ഒന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് അതിൻ്റെ ഫീസ്, 2 ലിവിങ് എക്സ്പെൻസ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. ഫ്രാൻസിൽ എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല. ഫ്രാൻസിലത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ ഏകദേശം 8 ലക്ഷം രൂപ പെർ ഇയർ എന്നുള്ള റേഞ്ചിലാണ് അത്രേ വരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി UK ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി താഴെയാണ്. അതൊക്കെ വളരെ വളരെ ഫാർ ബെറ്റർ ആണ്. UK ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീസ് സ്ട്രക്ചർ വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറാണ്. അപ്പം നമുക്ക് 8 ലക്ഷം രൂപയ്ക്ക് അവിടെ എത്താൻ പറ്റുന്ന കോഴ്സുകളൊക്കെ തന്നെയാണ് ഓഫർ ചെയ്യാൻ പറ്റുന്നത്. ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ പഠിക്കാൻ പോകുന്ന കോഴ്സുകളാണ്. ഇപ്പം നമ്മൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ പറയുമ്പോൾ കൂടുതലും ഈ സയൻസ് ബേസ്ഡ് പ്രോഗ്രാം ആയിട്ടുള്ള കൂടുതൽ പ്രോഗ്രാമുകൾക്കാണ്, STEM റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. പക്ഷേ വേറസ് ഫ്രാൻസിൽ കൂടുതലും ഇവർ റിക്വയർമെന്റ് ഉള്ളത് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾക്കാണ്. MBA പ്രോഗ്രാമുകൾ, ടൂറിസം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈൻ മാനേജ്മെന്റ്, കള്ളിനൊഴി, അങ്ങനത്തെ ആക്ടിവിറ്റീസ്. ഫാഷൻ, ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ തലസ്ഥാനമാണല്ലോ. അതെ. അപ്പം അതിനോട് അനുബന്ധിച്ച പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയബിലിറ്റി കൂടുതലുണ്ട്. നമുക്ക് അവിടെ IT-ലും നല്ലോണം ഓപ്ഷൻസ് ഉണ്ട്, IT ബേസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഏരിയാസ് ലൈക്ക് ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സൈക്കോളജി ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഒരു പക്ഷേ മറ്റുള്ള നേരത്തെ പറഞ്ഞ ഒരു ടൂറിസം ഡെവലപ്മെന്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു മാർഗ്ഗങ്ങൾ അതിന് അത്രയും ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാൻ പറ്റത്തില്ല. കൂടുതലും ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതെ. പക്ഷെ ലിവിംഗ് എക്സ്പെൻസ് ഫ്രാൻസിൽ പൊതുവെ കൂടുതലല്ലേ? അതെ. ഫ്രാൻസിൽ ആക്ച്വലി ലിവിംഗ് കോസ്റ്റ് അത്ര കൂടുതലല്ല. അവിടെ നമുക്ക് ഏകദേശം ഒരു
300 to 350 യൂറോസ് പെർ മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ലിവിംഗ് എക്സ്പെൻസ്, നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് കടന്നു പോകും. പക്ഷെ നമ്മൾ ഫ്രാൻസിന് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം ഒരു 15 lakhs എബവ് ആയിട്ടുള്ള ഫണ്ട് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ഒരു ഷോ മണി ആയിട്ട്, അതെ, ഷോ മണി ആയിട്ട് കാണിച്ചാൽ മതി. ഒരു 3 മാസത്തെ മെച്യൂരിറ്റിക്കാണ് നമുക്ക് വിഡ്രോ ചെയ്യാം. അത് കഴിയുമ്പോഴല്ല, നമുക്ക് വിസ അപ്രൂവൽ ആയതിനു ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ഈ പൈസ ഫ്രാൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ല, നമ്മൾ ഇന്ത്യയിലത്തെ ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ജീവിത ചെലവുകൾ ഈ പാരീസിലൊക്കെ കൂടുതലല്ലേ? അങ്ങനെ ഒരു അതെ, വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. നമ്മൾ ഒരു പക്ഷേ സാറിന് മുമ്പത്തെ ഇന്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ നമ്മൾ UK പോകുമ്പോൾ ലണ്ടനിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആ സംഭവം പാരീസിലും ആപ്ലിക്കബിൾ ആണ്. പാരീസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റീസ് ടു ലിവ് ഇൻ. അപ്പം നമുക്കൊരു പക്ഷേ ഫ്രാൻസിൽ പോകുമ്പോൾ തന്നെ പാരീസ് എന്നുള്ളത് മാറ്റി ഒന്നുകിൽ ലിയോൺ പോലത്തെ സിറ്റികൾ, അല്ലെങ്കിൽ ബോർഡിയോ പോലത്തെ സിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ജീവിത ചെലവുകൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം കോളേജുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഈ പറഞ്ഞ പാരീസിലും നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, ബോർഡിയോയിലും നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്, ലിയോണിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഫ്രാൻസിന് പുറത്തേക്ക് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിരിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഫ്രാൻസ് പഠിത്തം ത്തിന്റെ ഒരു സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ PR ചാൻസസ് അതെങ്ങനെയായിരിക്കും? സ്റ്റേ ബാക്ക് ഫ്രാൻസ് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ആണ് കൊടുക്കുന്നത്. മാസ്റ്റേഴ്സിനല്ലേ? അതെ, മാസ്റ്റേഴ്സിന് മാത്രമേ സ്റ്റേ ബാക്ക് ഉള്ളൂ. ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് അവർ ഫ്രാൻസ് സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല. അവിടെ PR എന്നുള്ളത് അത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ നമുക്കൊരു 4-5 വർഷം കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു PR ഓപ്ഷൻസേ ഉള്ളൂ. PR അത്രയധികം ഫോക്കസ് ചെയ്യാതെ എംപ്ലോയബിലിറ്റിക്ക് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് വിൽ ബി എ വെരി ഗുഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ 2 year സ്റ്റേ ബാക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ രാജ്യത്ത് നിൽക്കാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്, അതിന് ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ആക്ച്വലി ഇപ്പോൾ ഈ മാനുവൽ മാക്രോൺ ഒക്കെ വന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. നമുക്ക് 5 വർഷം കൂടി വിസ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അതെ, അപ്പോൾ നമുക്ക് 2 വർഷം പ്ലസ് 5 വർഷം 7 വർഷത്തോളം നമുക്ക് ഫ്രാൻസിൽ നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഒരു ചെറിയൊരു ടിൽറ്റ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്കിന്റെ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ജോലി ആയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, യു ക്യാൻ കണ്ടിന്യൂ. ഇൻ കേസ് നമ്മൾ ജോലി ഫുൾ സെറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരു വിസ കൂടി അപ്ലൈ ചെയ്യാം. അലുമിനി വിസ എന്നൊരു വിസ അപ്ലൈ ചെയ്യാം. ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5 years വിസയാണ്. അതെ, സോ 2 year സ്റ്റേ ബാക്ക് പ്ലസ് ഒരു 5 year എക്സ്ട്രായും കൂടെ കിട്ടും. ഇതിന്റെ ആക്ച്വലി ഒരു വേർഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഫ്രാൻസിൽ ബാച്ചിലേഴ്സിന് സ്റ്റേ ബാക്ക് ഇല്ല. സോ ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് അവർക്ക് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ കുട്ടികൾക്ക് അലുമിനി വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ കം ബാക്ക് ടു ഫ്രാൻസ് ആൻഡ് ലിവ് ദർ ഫോർ 5 years. പക്ഷേ മാസ്റ്റേഴ്സിനും അത് കിട്ടും. മാസ്റ്റേഴ്സിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ആണെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്ക് ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനെ ഓവർകം ആയിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയും ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രാൻസിൽ മാസ്റ്റേഴ്സ് 1 year ലഭ്യമാണെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് അവൈലബിൾ ആണോ? എല്ലാവർക്കും അവൈലബിൾ അല്ല. ഫ്രാൻസിൽ 1 വർഷത്തെ മാസ്റ്റേഴ്സും 2 വർഷത്തെ മാസ്റ്റേഴ്സും ഉണ്ട്. 1 വർഷത്തെ മാസ്റ്റേഴ്സ് അവൈലബിൾ ആവുന്നത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ്, ഇന്ത്യയിലെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 വർഷത്തെ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രാൻസിൽ ഇന്ത്യയിൽ തന്നെ 2 year എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ മാസ്റ്റേഴ്സ് എടുക്കേണ്ടി വരാം. നമ്മൾ പൊതുവെ റെക്കമെൻഡ് ചെയ്യുന്നത് 2 വർഷത്തെ മാസ്റ്റേഴ്സ് എടുക്കാനാണ്. കാരണം അതിൽ കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട്. അവർക്ക് നാളെ ഭാവിയിൽ അവർക്ക് PR-നൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് 120-ഉം അതേപോലെ തന്നെ 2 year 180-ഉം കിട്ടും. അത് PR-നൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വിസ ഒക്കെ എന്ത് വിസ ആയിരിക്കും? ഷെങ്കൻ തന്നെയാണോ? ഇവർക്ക് കിട്ടുന്നത് യൂറോപ്യൻ ലൈക്ക് സ്റ്റുഡന്റ് വിസയാണ് കിട്ടുന്നത്, ഫ്രഞ്ച് സ്റ്റുഡന്റ് വിസയാണ് കിട്ടുന്നത്. ഒബിയസ്ലി ഫ്രാൻസ് ഒരു ഷെങ്കൻ രാജ്യമാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഫ്രാൻസിലേക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി 27 രാജ്യങ്ങളാണെന്ന് തോന്നുന്നു എനിക്ക്. 27 രാജ്യങ്ങളാണ് ഷെങ്കൻ സോണിലുള്ളത്. ഈ 27 രാജ്യങ്ങളിലേക്കും നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ വിസയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഷെങ്കൻ സോണിലായിട്ടുള്ളത് കൊണ്ട് ഈ വിസയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പലരും ഫ്രാൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ ഷെങ്കൻ സോണിൽ വരുന്ന രാജ്യമാണെന്നുള്ളതാണ്. പിന്നെ IELTS മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ് വേറൊരു കാര്യമുള്ളത്. അതെ, പിന്നെ ഫ്രഞ്ച് ലാംഗ്വേജും അവിടെ മാൻഡേറ്ററി അല്ല. നമ്മൾ പല കുട്ടികളും ജർമ്മനിക്കൊക്കെ പോകുമ്പോൾ ജർമ്മൻ പഠിക്കണം അല്ലെങ്കിൽ IELTS എടുക്കുന്ന ഒരു ചാലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആ ചാലഞ്ചുകളില്ല. മാത്രമല്ല നമുക്ക് വെറും 50% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എലിജിബിൾ ആണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു 50% മാർക്ക് മതി. IELTS നിർബന്ധമില്ല, ഫ്രഞ്ച് അറിയണമെന്നില്ല. അതെല്ലാം ഓരോ അഡ്വാൻറ്റേജസ് ആണ്. മാത്രമല്ല ഇവിടെ കോളേജുകളിൽ ഇവർ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ
വീക്ക്ലി വൺസ് 1 hour അവർ ഫ്രഞ്ച് ലാംഗ്വേജ് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കുട്ടികൾക്ക് ജോലി ചെയ്യാൻ നേരത്തൊക്കെ. ഇത് കംപ്ലീറ്റ് ടോട്ടൽ ഫ്രീ ആണ് അവർ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ. അല്ലെ തന്നെ ഒരു സ്കില്ല് അഡീഷണൽ ലാംഗ്വേജ് കൂടെ പഠിച്ചെടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പം ഫ്രാൻസ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇപ്പം ഓഫ് ലേറ്റ് ആയിട്ട് കണ്ടമാനം കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ രാജ്യത്തേക്ക് ഇന്ത്യക്കാരെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് തന്നെ പറയുന്നു വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ മാർക്കിന്റെ പ്രശ്നങ്ങളും കാര്യമായിട്ടില്ല. ഇന്റർവ്യൂ ഫ്രഞ്ച് വിസ കിട്ടാനായിട്ട് ആവശ്യമുണ്ടോ? ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ക്യാമ്പസ് ഫ്രാൻസിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഇമിഗ്രേഷൻ വരുന്ന ഇന്റർവ്യൂ ആണ്. നമ്മൾ വിസ പ്രോസസ്സിന് മുമ്പായിട്ട് ആ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അതിൽ അത്ര ടഫായിട്ടുള്ള ഇന്റർവ്യൂ അല്ല. അത് ജനറൽ ആയിട്ടൊരു ജനറൽ അവയർനെസ്, ജനറൽ നോളജ്, നിങ്ങൾക്ക് ഫ്രാൻസിനെ പറ്റി അറിയുമോ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും, എന്താണ് നിങ്ങൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ളത്, ഇനി എന്താണ് നിങ്ങൾ ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്നത്, അങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. യൂഷ്വലി അത് അത്ര ആരും ഫെയിൽ ആവണ ഒരു ഇന്റർവ്യൂ അല്ല. അത് മിക്കവാറും അവർ VFS സെന്റേഴ്സിലാണ് ഇത് നടത്തുന്നത്. ഇപ്പം തിരക്കൂടിയ സമയങ്ങളൊക്കെ ആയിട്ടുള്ള കാരണം അവരത് ഓൺലൈനിൽ നടത്തുന്നുണ്ട്. എനിവേ ഇൻഫർമേഷൻ തന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സർ. അപ്പം IELTS ഇല്ലാതെ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാതെ മിനിമം 50% എങ്കിലും മാർക്കുള്ളവർക്ക് ഫ്രാൻസിൽ ലഭ്യമായിരിക്കുന്ന വലിയ അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു സുന്ദരമായ മാർഗമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ഈ JB EduFlyയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.